മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വിപുലമാകുന്നത് കാണാം. അവിടെ അധർമ്മത്തിനിരയായ ആരാൻ്റെയോ സന്തതികളെ ഏറ്റെടുത്ത് തൻ്റെ ക്ഷുദ്രമായ, ശൂന്യമായ, ദരിദ്രമായ ആശ്രമവാടത്തിൽ വളർത്തുന്നു എങ്കിൽ മഹാഭാരതത്തിലെത്തുമ്പോൾ അതിൻ്റെ രചയിതാവ് തന്നെ ഒരു ഘട്ടത്തിൽ വെച്ച് അടുത്ത തലമുറയിലേക്ക് അധികാരത്തിനായി ആളില്ല എന്ന് മനസ്സിലാകുമ്പോൾ നേരിട്ടിടപെട്ട് സന്തതികളെ സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. വ്യാസൻ തൻ്റെ രേതസ് കടം കൊടുത്തുകൊണ്ടാണ് കുരുവംശ പരമ്പരയിലെ അടുത്ത തലമുറയിലെ രാജാക്കന്മാരെ സൃഷ്ടിച്ചത് എന്ന് കാണാം. കവി വളർത്തുന്ന രാജാവ് അധികാരം ഉപേക്ഷിക്കുന്ന പ്രജകളെ കവി വളർത്തുന്ന ഒരു ദൃശ്യവും, കവി വളർത്തി ധാർമ്മികതയിലേക്ക് നയിക്കുകയും പ്രതിഷേധം നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്ന ഡിസെൻറ്റ്, വിയോജനം നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്ന ആദ്യ കവിതയിൽ നിന്ന് തുടർന്ന് വരുമ്പോൾ കവി തന്നെ രാജപരമ്പരയിലെ സൃഷ്ടി നടത്തുന്നതായി നാം കാണുന്നു. ഇതിനർത്ഥം സാഹിത്യത്തിന്, ഭാവനയ്ക്ക് നേരിട്ട് രാഷ്ട്രീയവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ്.